ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൗസ് കുക്ക് ബുക്ക്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയായ ഒനിയൻ റിങ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് റിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് വീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. സവാള എല്ലാം നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ റിങ്സും സെപ്പറേറ്റ് ആക്കി എടുക്കാം. അങ്ങനെ ഞാൻ റിങ്സ് എല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് ബാറ്ററിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദ മാവ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് മൈദ മാവ് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദാമാവ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം. കടലമാവ് ആക്ച്വലി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ചേർക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോർ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ്. പിന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ വരേണ്ടത്. നമുക്ക് ഓരോ റിങ്സും ബാറ്ററിൽ അപ്ലൈ ചെയ്തെടുക്കാം. അതിനുശേഷം പുറത്തുള്ള കോട്ടിങ്ങിനായിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഓരോ റിങ്സും ഇതുപോലെ അപ്ലൈ ചെയ്തെടുക്കുക. ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോ റിങ്സും എണ്ണയിലോട്ട് ഇടാം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരിക്കും. ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതിയായിരിക്കും.
കുട്ടികൾക്കൊക്കെ ഇത് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. നമ്മുടെ ഒനിയൻ റിങ്സ് റെസിപ്പി തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.